ഹായ്, ഇന്ന് സ്കൂൾ റീഓപ്പൺ ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്യണം. അപ്പം അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഹായ്, അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഇനി സ്കൂളിൽ ചെന്നിട്ട് കാണാം. കണ്ണാടി ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ചേച്ചിയൊക്കെ കണ്ണിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. കുമ്പനാട് ജംഗ്ഷനിൽ നിന്ന് നേരെ ഈ കയറ്റം കയറി ചെല്ലുന്നത് നമ്മൾ സ്കൂളിലോട്ടാണ്. ഞങ്ങൾ പതിയെ ഇങ്ങനെ പോവുക. സ്കൂളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ദേവാർജുൻ എടുത്ത് വെച്ച ഇത് വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഹമ്പൊക്കെ ഉണ്ട്. അതൊക്കെ മാറി നമ്മളിങ്ങനെ കയറിപ്പം പണ്ട് ഇതുപോലൊരു പോക്കുണ്ടായിരുന്നു സ്കൂളിൽ. എന്നിട്ട് ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഓട്ടോ നിർത്തിയിട്ട് ആ കാറ് കിടക്കുന്ന അതിലെ കൂടെ കയറി സ്കൂളിലോട്ട് പോകാൻ പറ്റും. പിള്ളേരുടെ KG സെക്ഷനൊക്കെ അവിടെ. പിന്നെ ഉള്ളത് ഈ മെയിൻ വാതിൽ ഇതിലെ കൂടെ കയറി ഇങ്ങനെ പോകുന്നത് നേരെ നമ്മുടെ സ്കൂളിലോട്ടാണ്. എന്തായാലും പിന്നെയും ചെന്നപ്പോൾ പഴയ ഓർമ്മകളെല്ലാം വന്നു. പഴയ ഫ്രണ്ട്സിനെ ഓർമ്മ വന്നു. കൂടെ പഠിച്ച പിള്ളേരെയും സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും എല്ലാവരെയും ഓർമ്മ വന്നു. ഞങ്ങളുടെ സ്കൂൾ ഇതാണ്. ഇവിടാണ് ദേവാലയം. ഞങ്ങൾ ചെന്നപ്പം തന്നെ ഓൾറെഡി മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടുന്ന് ഞാനും ദേവാർജുനും നേരത്തെ അങ്ങ് പോയി. അമ്മയും കുഞ്ഞിനെയും കൂട്ടി വരാനായിരുന്നു ഇരുന്നത്. അപ്പം കുഞ്ഞിനെ ഉറക്കി കിടത്തി വെച്ചിട്ട് അമ്മ പതിയെ വന്നു. പിന്നെ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുമായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, പ്രകൃതി പോലും ഇന്ന് നമുക്ക് അനുകൂലമാണ് അല്ലേ? എൻവയോൺമെന്റ് പോലും എന്താണ്, ക്ലൈമറ്റ് ഒക്കെ ആരാണ് ഇതൊക്കെ നമുക്ക് അനുകൂലമാക്കി തന്നത്? ഗോഡ് ഓൾമൈറ്റി ആണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആരെയാണ് ഇന്ന് ആദ്യം പ്രൈസ് ചെയ്യേണ്ടത്? ഗോഡിനെയാണ് അല്ലേ? ഗോഡ് ഓൾമൈറ്റി ആണ്. അപ്പൊ ഞാനത് വിചാരിച്ചു നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുമ്പോൾ നമ്മുടെ ഈ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ, ന്യൂ അക്കാഡമിക് ഇയറില് ബൈബിളിലെ വേഴ്സസോടെ തന്നെ നമുക്ക് തുടങ്ങാം. മാത്യൂസ് ചാപ്റ്റർ 21 verse 22, and whatever you ask in prayer you will receive if you have faith. ഇതൊക്കെ പറഞ്ഞു മനസ്സിലായോ കുട്ടികൾക്ക്? എല്ലാവർക്കും മനസ്സിലായോ? അതായത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറയും. അപ്പൊ നമുക്ക് അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ? നല്ല വിശ്വാസം, ഫെയ്ത്തും വേണം, പ്രയറും വേണം. ലിസൺ സ്റ്റുഡൻസ്, ഇന്ന് നമ്മള് പ്രവേശനോത്സവമാണ്. നമ്മുടെ സ്കൂളിന്റെ പുതിയ അക്കാഡമിക് ഇയറിലേക്ക് നമ്മൾ പറയത്തില്ലേ, അക്ഷരമുറ്റത്തേക്ക് നിങ്ങൾ ആദ്യമായിട്ട് ഈ 2 വർഷത്തെ വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് കടന്നു വന്നപ്പോ നമ്മൾ ആദ്യം പ്രൈസ് ചെയ്ത് ദൈവത്തോട് നമ്മൾ നന്ദി പറഞ്ഞു. 2 കാര്യങ്ങൾ ആ ബൈബിൾ വേഴ്സിൽ നമ്മൾ കണ്ടു. എന്താണ്? പ്രയർ ആൻഡ് ഫെയ്ത്ത് അല്ലേ? വിശ്വാസം. കൈ വെക്കും. നീ അമ്മ എന്നെയും കൂടെ. ഹായ്, അപ്പം മീറ്റിംഗ് കഴിഞ്ഞു വന്നു. ഇടയ്ക്കൊന്ന് കമ്പനി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൈകിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ. ഇനിയിപ്പം സ്കൂൾ റീഓപ്പണിൻ്റെ ഷോപ്പിംഗ് ആണ്. അപ്പം ഞങ്ങൾ നേരെ കടന്തോട്ട് പോവുകയാണ്. പോയി ഡ്രസ്സ് എടുക്കണം. പിന്നെ ടിഫിൻ ബോക്സ്, ബാഗ്, ബുക്സ് ഒക്കെ വാങ്ങിക്കണം. പിന്നെ കവറ് ചെയ്യണം. എനിക്ക് വേറെ ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്, അതും ചെയ്യണം. അപ്പം പോയിട്ട് കടയിൽ വെച്ച് നമുക്ക് കാണാം. കടന്തോട്ട് വന്നു. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ കടന്തോട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദേവാജ് യൂണിഫോം ഇട്ടു. ദേവാജുവിന് ഹായ്, ഞങ്ങളുടെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. യൂണിഫോം വാങ്ങിച്ചിട്ട് ഇട്ടൊക്കെ നോക്കി. അവിടെ വെച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. ഇവിടെ
ഒരാൾ യൂണിഫോം വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. വായിച്ച് വായിനകത്ത് വെക്ക്. ഒരാൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഷൂസൊക്കെ ഇട്ട് നോക്കുവാണ്. യൂണിഫോം ഇട്ടങ്ങ് പോകാൻ ആശാനങ്ങ് ഭയങ്കര ധൃതിയായി. സ്കൂളിൽ പോയി കളിക്കാനും കൂട്ടുകാരെ കിട്ടും എന്നൊക്കെ പറഞ്ഞ്. ഹായ്, ഇന്ന് ദേവാർജുൻ ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് റോഡിലോട്ട് പോവാം. ദേവാർജുൻ്റെ സ്കൂളിൽ പോകാമെന്ന് പറ. ടാറ്റ കൊടുക്കും. ടാറ്റ കാണിച്ചു. എന്നെക്കാട്ടും മുന്നേ കയറുമോ കുഞ്ഞ്? ആ, എന്നാ കയറിക്കോ. ഞങ്ങൾ റോഡിലോട്ട് അപ്പുറത്ത് ക്രോസ് ചെയ്ത് നിൽക്കണം. ബസ്സിപ്പോൾ വരും. പ്ലേ ക്ലാസ് ആയിരുന്നു. പ്ലേ ക്ലാസ്സിൽ വിട്ടപ്പോഴാ അച്ഛൻ കല്ലുമാരി പോയി നിൽക്കും, എടുത്തോണ്ട് വരും. പണ്ട് ഞാൻ സ്കൂളിൽ ബസ്സിൽ നിന്ന് വീണു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ബസ്സിലെ പോക്ക് നിർത്തി പാർട്ടി ചെയ്തുകൊണ്ട് ഈ പറയുന്നത്. പിന്നെ ഓട്ടോയിലാക്കി, ഒന്നുമില്ല പേടിക്കാതെ വീട്ടുമുറ്റത്തൊന്ന് കൊണ്ടുപോകും വിടും. ആ ഒരു ഇതിന് ഓട്ടോ പിന്നെ മേടിക്കും. ഓട്ടോയിൽ എനിക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഓട്ടോ വാങ്ങിച്ച പാർട്ടിയാ. ആ എത്ര നാള് കണ്ടോ. പിന്നെ സ്കൂളിൽ ഓട്ടോ നിർത്തിയപ്പോഴാണ് ഓട്ടോ നിർത്തിയത്. പിന്നെ സൈക്കിളിലായി. ഇവനല്ലാതെ ബാമനെ ഇങ്ങോട്ട് പുറകോട്ടില്ല. ബസ് നോക്കി നിന്ന് ഒരുത്തം കഴിഞ്ഞപ്പം എന്തോണ്ട് പോയി ഇരിക്കുക. എവിടെ പോവാ? എങ്ങോട്ടാ പോന്നേ? സ്കൂളിൽ പോവാ. ബസ് കണ്ടില്ല. ഞങ്ങൾ തിരുവല്ല സൈഡിൽ നിന്ന് ബസ് വരുമെന്ന് വിചാരിച്ചായിരുന്നു നിന്നത്. പക്ഷേ കോഴഞ്ചേരി സൈഡിൽ നിന്നാണ് വന്നത്. അവിടെ നിന്ന് വണ്ടി തിരിച്ച് ഞങ്ങൾ അപ്പം അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ദേവാജൻ ഓടുകയാണ് ബസ്സിൽ കയറാനായിട്ട്. ബസ്സിൽ കയറാൻ ആശാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കയറ്റം കയറുമ്പോഴേ അറിയാമല്ലോ. അപ്പം കണ്ടോണം. അങ്ങനെ ദേവാജൻ സ്കൂളിലേക്ക് പോയി. ഞങ്ങൾ ഇപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് വന്നു.